ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നോക്കി. എൻ്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോളാണ്. മീഷോ റാൻഡം ഹോളാണ്. നമുക്കിതിൽ ഡ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു പല പ്രോഡക്ട്സും ഉണ്ട്. അത് നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ പെട്ടെന്ന് തന്നെ ഒരു മീഷോ ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റീൽസിലും ഷോർട്സിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നിട്ടായിരുന്ന ഒരു കുർത്ത സെറ്റാണ്. ഞാൻ അതിൻ്റെ ഷോർട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് നമുക്ക് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്, പ്രോപ്പർ ഫുൾ കുർത്ത സെറ്റാണ്. സോ അതിൻ്റെ ടോപ്പ് ഞാൻ സൈഡിൽ ഇമേജ് എന്തായാലും കൊടുക്കാം ആസ് യൂഷ്വൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നതാണ്. സ്ലീവ്സിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഉള്ളിലുള്ള ലൈനിങ്ങിൻ്റെ സ്ലിറ്റ് കുറച്ച് മേലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബോർഡർ അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് സൈഡിൽ ഉള്ളിലുള്ള ലൈനിങ്ങിൻ്റെ സ്ലിറ്റ് വന്നിട്ടുള്ളത്. പ്രിന്റ് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ. ഇത് മിറർ വർക്ക് തന്നെയാണ്. നെക്സ്റ്റ് വൺ അതിൻ്റെ പാൻറ്റ്സ് നമുക്ക് വരുന്നത് പലാസോ ആണ്. ടോപ്പും പാൻറ്റും വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റ്സിൻ്റെ എൻഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് ജോർജറ്റ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ എൻഡ്സിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും. അതാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ള വർക്ക്. ഈ ഒരു പെർട്ടിക്കുലർ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് പല സെല്ലേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈസും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നതിന് മുന്നേ മീഷോ എന്നല്ലാതെ തന്നെ ഞാൻ എന്താ പറയുക, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. സൂക്കിൻ്റെ ഈ ഒരു ബാഗാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കേണ്ട ഇങ്ങനെയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു സ്ലിങ് കൂടി വരുന്നുണ്ട്. സോ നമുക്ക് ബേബിനൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ക്രോസ് ബോഡി ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്കത് ഷോൾഡറിലായിട്ട് ഇടാം. ആൻഡ് ഓൾസോ നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിക്കായിട്ട് എനിക്ക് ഒരു ബാഗ് തോന്നി. നമ്മൾ നോർമൽ ടോട്ട് ബാഗ് ഉണ്ടാകും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, ഇങ്ങനെയാണ് സൂക്കിൻ്റെ ഈ ഒരു ബാഗ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത്. ഇത്രയും വിടുത്തിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത് ഓൾസോ ഇവിടെ സൂക്കെന്നൊക്കെ എഴുതി. അപ്പോൾ ഇതാണ് ബാഗ് കേട്ടോ. ഇതിൻ്റെ ഈ ബാഗിൻ്റെ ഈ ഒരു ചെറിയ ഇതുണ്ടല്ലോ സ്ട്രാപ്പിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ഈ ബാഗുകൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്ലിങ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം പ്രോപ്പർ അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബാഗ്. ഇതിൻ്റെ ക്വാളിറ്റിനെ പറ്റി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ തന്നെ സൂക്കിൻ്റെ തന്നെ ഒരു സ്ലിംഗ് ബാഗ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എങ്ങനെയാണോ വാങ്ങിയത് അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ ഭയങ്കര റഫ് യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് അറിയാമല്ലോ സൂക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയുന്നുണ്ടായിരിക്കും. സൂക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പെറ്റ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ സൂക്കിൽ യൂസ് ചെയ്യുന്നത് വെഗൻ ലെതറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ലെതറിന് വേണ്ടിയിട്ട് ആനിമൽസിനെ ഹാം ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാമേ. ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, മാഗ്നറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ കമ്പാർട്ട്മെന്റ്സ് വരുന്നത്. ഒരു കമ്പാർട്ട്മെന്റ് ഇവിടെ, ഒന്നിവിടെ, പിന്നെ മറ്റൊരു കമ്പാർട്ട്മെന്റ് ഇവിടെ. കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് അത് വരുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സൈഡിൽ 2 ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ എത്രത്തോളം സാധനങ്ങൾ കൊള്ളും എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു. ഞാൻ നോട്ട് പാഡ് വെക്കാറുണ്ട്. നമുക്കിവിടെ ഒബ്വിയസ്ലി നമുക്കൊരു പെന്ന്, എയർപോർട്സ് ആണ്. നമുക്ക് ഈ ഫോൺ വാലറ്റ് ആണ്, വാട്ടർ ബോട്ടിലാണ്, ഒരു പൗച്ചാണ്. ഇനി ഇവിടെ ഒരു സെപ്പറേറ്റർ ഉണ്ടല്ലോ, അതിലോട്ട് കംപ്ലീറ്റ് ബേബിന്റെ സാധനങ്ങളാണ് വെക്കുക. ഇവിടെ ടർക്കി, അതുപോലെ തന്നെ വെറ്റ് വൈപ്സ്, എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ്, ഡയപ്പേഴ്സ്, കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ഷനിലോട്ട് അങ്ങ് പോകും. ഇത്ര വലിയ പെർഫ്യൂംസ് ക്യാരി ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ഇല്ല, ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പെർഫ്യൂം ആറ്റമൈസർ ഉണ്ടല്ലോ, അതിൽ ഈ 2 എണ്ണത്തിലാക്കിയിട്ടാണ് ഞാൻ പെർഫ്യൂംസ് വെച്ചിട്ടുള്ളത്. നമുക്ക് കേട്ടോ, അങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഷോൾഡറിലും ഇട്ടിട്ട് പോകാവുന്നതാണ് ഈ ഒരു ബാഗ്.
സൂക്കിന്റെ ബാഗെല്ലാം നമുക്കൊരു പെർഫെക്റ്റ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, എസ്പെഷ്യലി ഇപ്പോൾ മദേഴ്സ് ഡേ ഒക്കെ വരികയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മദറിന് അല്ലെങ്കിൽ സിസ്റ്ററിന് വൈഫിന് ആർക്കെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സൂക്കിന്റെ ഒരു ബാഗ്സ്. നല്ല ലോങ് ടേമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് സൂക്കിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂക്കിന്റെ വെബ്സൈറ്റിലും അതുപോലെ സൂക്കിന്റെ ആപ്പൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുക്കുന്ന YT അനുഷ K10 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10% കൂടി ഓഫ് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു നല്ല ഡീലല്ലേ. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മീഷോയുടെ അടുത്ത പ്രോഡക്റ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ബ്യൂട്ടി ക്രിസ്റ്റൽ ബോൾ ആണ്. നമ്മുടെ ക്രിസ്റ്റൽ ബോളിന്റെ ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. സോ ഐ ജസ്റ്റ് ഓപ്പൺ ദിസ്. ഈ ഒരു സാധനമാണ് നമ്മുടെ ബ്യൂട്ടി ക്രിസ്റ്റൽ ബോൾ എന്ന് പറയുന്നത്. ഇത് ഗ്ലാസിന്റെ ആണ്. ഒന്ന് സ്ട്രോങ് ആയിട്ട് തട്ടിപ്പോയാൽ കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നോർമൽ ഒരു എന്താ പറയുക ബ്ലൂ കളറിലുള്ള ഒരു വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഫി ഐസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റിൽ കൂടുതൽ അത് വെക്കരുത്. ഫ്രീസറിൽ 10 മിനിറ്റിൽ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഡീപ്പ് പഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു കാംനെസ് ഒക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു വർക്ക് നമുക്ക് ഐസ് ക്യൂബ് കോട്ടൺ ക്ലോത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ചെയ്യാം. മൂന്നാമത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ്, ജീൻസും മിഡി അങ്ങനെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ്, ഓറഞ്ച്, പിങ്ക്, ബ്രൗൺ അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പഫ് സ്ലീവ്സ് വെച്ചിട്ടാണ് എപ്പോഴും സൈസ് ചാർട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം എന്ന് വെച്ചാൽ പല സെല്ലേഴ്സിൻ്റെയും സൈസ് ചാർട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഇത് കുറച്ചൊരു സ്ട്രെച്ചബിൾ ആണ്. ഭയങ്കര സ്ട്രെച്ചബിൾ അല്ല, ബട്ട് സ്റ്റിൽ കുറച്ചൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു അപ്പർ പോർഷൻ, അതായത് ഈ സ്ലീവ്സിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നല്ല ലൂസായിട്ട് വരും. ഇവിടെ ഇലാസ്റ്റിക് ആണ്. ഈ ഒരു പോർഷൻ ഭയങ്കര ലൂസാണ്. ആൻഡ് താഴോട്ട് വരുമ്പോൾ കുറച്ചൊരു ടൈറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സൈസ് മേലെ എടുക്കുകയാണെങ്കിലും ഇത് പ്രശ്നമാണ്, താഴെ എടുക്കുകയാണെങ്കിലും പ്രശ്നമാണ്. ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയലി പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. കണ്ടോ, ഇറ്റ് ലുക്സ് നൈസ്. അടുത്തത് വന്നിട്ട് ഒരു ആർട്ട് സിൽക്ക് ബ്ലൗസ് ആണ്. എന്താ കളർ ഇങ്ങനെ, ആക്ച്വലി ഇതൊരു പ്രോപ്പർ റെഡ് ആണ് കേട്ടോ. എനിക്കറിയില്ല, ക്യാമറയിൽ കുറച്ച് ഓറഞ്ചിഷ് ആയിട്ടാണ് തോന്നുന്നത്. സോ ഇതൊരു ഡിസൈനർ ബ്ലൗസ് ആണ്. പ്രോപ്പർ റെഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ഞാൻ ഇത്രയും ഒരു എന്താ പറയുക ബ്രൈറ്റ് റെഡ് ആയിരിക്കും നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ നമുക്കിങ്ങനെ ടാസൽസ് ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. വിത്ത് കപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നെക്കിലെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. ബട്ട് എനിക്ക് വേണ്ടിയിരുന്ന കളർ ഇതല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ അതിലൊരു മെറൂൺ ഇല്ല, അതായിരിക്കും എനിക്ക് വേണ്ടിയിരുന്ന കളർ. അടിപൊളിയായിട്ടുള്ള ഡിസൈനർ വർക്ക്, ഇങ്ങനെ വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇമേജ് കൊടുക്കുന്നുണ്ട് സൈഡിൽ. എ ഗുഡ് വൺ ഫോർ ദ പ്രൈസ് ദാറ്റ് വി ആർ പേയിങ്. ഇറ്റ്സ് പെർഫെക്റ്റ്. കാരണം എനിക്ക് കിട്ടിയ പീസിൽ യാതൊരു ഡിഫക്റ്റും കാര്യങ്ങളും ഇല്ല. എന്താ പറയുക, എല്ലാ വർക്കുകളും കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പർ ഫിനിഷിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. അടുത്തത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബെഡ് ഷീറ്റ് സെറ്റാണ്. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു ഞാൻ ആ ഷോർട്സ് എന്തായാലും ഞാനിവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടും. ഇതൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാട്രസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്. അത് 2 പില്ലോ കവേഴ്സ് ആണ്. അപ്പോൾ അതായത് അതിൻ്റെ എൻഡ്സിൽ നമുക്ക് ഇലാസ്റ്റിക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാട്രസിന് ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പം 1-2 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് നമ്മൾ നോർമലി ബെഡ്ഷീറ്റ് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് നിൽക്കാനും, പിന്നെ നമ്മളത് വീണ്ടും അതിനുള്ളിലേക്ക് കയറ്റി സെറ്റാക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് വീണ്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് പറഞ്ഞിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ എന്നാണ്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് മിക്സ്ഡ് കോട്ടൺ. ക്വീൻ സൈസും കിങ് സൈസും അവൈലബിൾ ഉണ്ട്. പിന്നെ പല സെല്ലേഴ്സും നമുക്കതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മുടെ ബെഡ്ഷീറ്റ് ഇതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് സാരി. കോട്ടൺ സിൽക്കിൻ്റെ ഒരു സാരിയാണ് വന്നിട്ടുള്ളത്.
യെല്ലോയിഷ് ആൻഡ് ബ്ലാക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള സാരിയാണ്. കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. ആൻഡ് ഫോർ ദ പ്രൈസ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ദിസ് ഇസ് എൻ അമേസിങ് സാരി. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്, വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർക്ക്, ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രേഡിയൻ ഷെയ്ഡൊക്കെ പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുന്താണിയിലും ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഒരു വർക്ക് കണ്ടു, ഈ വർക്കിൻ്റെ പിന്നിലുള്ള ത്രെഡ് ഇസ് നോട്ട് പ്രോപ്പർലി ത്രെഡ് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ വലിച്ചാൽ അങ്ങനെ പോവും. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാരി വെയർ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൽ റോസ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നുണ്ട്, റെഡ് ആൻഡ് യെല്ലോ, അങ്ങനെ ഒരുപാട് കോമ്പിനേഷനിൽ ഉള്ളതുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അടിപൊളി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. I have 2 more products left with me which I bought as just an experiment. It's a small dress for my baby. It's pure cotton dress ആണ്. It's so pretty. ഒട്ടും ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല. ബാക്കിൽ സിപ്പ് ക്ലോഷർ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. നല്ല ഭയങ്കര കുട്ടി ഡ്രസ്സാണ്. ഇതാണ് ഒന്നെന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ മീഷോന്ന് ബേബീസിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ. ഒരു ബ്ലൂ ഡ്രസ്സാണ്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ് മേ ബി നമ്മൾ കുറച്ച് വാഷ് ചെയ്യുമ്പോഴേക്ക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. സോ ദർ ഈസ് എ ചാൻസ് ദാറ്റ് അത് പോകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. സത്യത്തിലുള്ള നമ്മുടെ ഇതൊരു മീഷോ ഹോൾ എന്ന് പറയുന്നത്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാ പ്രോഡക്ട്സിൻ്റെ സിംഗിൾ ലിങ്കും അതുപോലെ തന്നെ ഓരോ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പത്തിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്തെങ്കിലും കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് മിസ്സാകാതെ കാണാൻ പറ്റും. സോ എന്തായാലും നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ, ബി സേഫ്, ബൈ.